ഒട്ടനവധി ആൽബങ്ങൾക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ താങ്കൾ. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം അല്ലെങ്കിൽ ആൽബം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം എന്ന് പറയുമ്പോൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ള വളരെ ചുരുങ്ങിയ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ്. പക്ഷെ ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ. അതുകൊണ്ട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഒരു ഗാനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത 94 ചെയ്തിട്ടുള്ള സിൽസില എന്ന ആൽബത്തിലെ പോയ കിനാവിലെ മുംബൈ പാടിയിട്ടുള്ള ആ ഒരു ഗാനമാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എന്നെ സ്വീകാര്യനാക്കിയതും. ആ ഗാനമാണ് ഇപ്പോഴും, ആ കാലം മുതൽ ഇതുവരെ ഇപ്പോഴും പല ചാനലുകളിലും ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാനമാണ്. എന്നെക്കാൾ കൂടുതൽ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഗാനം അതാണ്. അതുകൊണ്ട് തന്നെ ആ ഗാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. സിൽസില എന്ന താങ്കളുടെ ആദ്യത്തെ ആൽബത്തിൽ താങ്കളോടൊപ്പം സഹകരിച്ച വ്യക്തികളെ കുറിച്ച് ഒന്ന് പറയാമോ? സിൽസിലയിലെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് ഷിബു ചക്രവർത്തിയും MD രാജേന്ദ്രനുമാണ്. പാടിയിട്ടുള്ളത് മുംബൈ, വിധു പ്രതാപ്, ജ്യോത്സ്ന, വേണുഗോപാൽ തുടങ്ങിയ ആളുകളാണ്. സിൽസില എന്ന ആൽബമാണ് താങ്കളുടെ ആദ്യത്തെ ആൽബം എന്ന് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സിൽസിലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതുപോലെ തന്നെ പ്രേക്ഷകരും അംഗീകരിച്ചൊരു ഗാനം പോയ കിനാവിലെ എന്ന ഗാനം മുംബൈ പാടിയിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്. അതിനകത്ത് 8 സോങ്സ് ആണുള്ളത്. പക്ഷെ എപ്പോഴും ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം മുംബൈ പാടിയിട്ടുള്ള ആ ഗാനത്തിൽ പോയ കിനാവിലെ എന്നുള്ള ഗാനം തന്നെയാണ്. മുറ്റത്തെ ചക്കരമാവില് പൊന്നൂഞ്ഞാലിട്ടൊന്ന് നൽകാമോ? പൂത്തേടും പുണ്യം പോയൊരു ബാല്യത്തെ കൊണ്ടു തായോ? പോയ കിനാവിലെ നീല പൈകിളി മുറ്റത്തെ ചക്കരമാവില് പൊന്നൂഞ്ഞാലിട്ടൊന്നു നൽകാമോ? പൂത്തേടും പുണ്യം പോയൊരു ബാല്യത്തെ കൊണ്ടു തായോ? ഒരു സംഗീത സംവിധായകനായി വന്ന് ഇപ്പോൾ ഒരു സിനിമാ നിർമ്മാതാവും കൂടിയായിരിക്കുകയാണ് താങ്കൾ. ബഷീർ സിൽസില എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് സിൽസില എന്ന പേരിനോട് ഇത്രയ്ക്കും ഇഷ്ടം? സിൽസില എന്ന പേര് ഞാൻ സ്വയം സ്വീകരിച്ചൊരു പേരല്ല. അത് തികച്ചും യാദൃശ്ചികമായിട്ട് എൻ്റെ പേരിനോട് കൂടി ഒരു വാല് പോലെ വന്ന ഒരു സംഭവമായിരുന്നത്. അതിന് കാരണം 2ആണ്. സിൽസില എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇവിടുത്തെ ദുബൈ കേന്ദ്രമാക്കിയിട്ട് ഈ ഗൾഫിലുള്ള കുറെ കലാകാരന്മാരുടെ ഒരു സംഘടന, ഇവിടെ ഒരു കൂട്ടായ്മ, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകളും അംഗങ്ങളായിട്ടുള്ള 100-ൽ പരം ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സിൽസില എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ സിൽസിലയുടെ 94 തുടങ്ങിയതാണത്. അതിന്റെ തുടക്ക കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട സാരഥികളിലെ ഒരാളാണ് ഈ ഉള്ളവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിൽസില എന്ന ക്ലബിലെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആൽബം ചെയ്യുന്ന സമയത്ത് സിൽസിലയിലുള്ള എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ലാലു, സജീവ്, സലീം തുടങ്ങിയ ആളുകൾ, അവരുടെ പ്രേരണയും അവരുടെ ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് എൻ്റെ ഫസ്റ്റ് ആൽബം. അവരുടെ നിർബന്ധമായിരുന്നു ആ ആൽബം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ആൽബത്തിന് ഞാൻ പേരിട്ടതും സിൽസില എന്ന് തന്നെയാണ്. കാര്യം സിൽസില എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെ വരുന്ന വെച്ചാൽ ഒരു കുറെ കണ്ണികൾ ഉൾപ്പെടുന്ന ഒരു ചെയിൻ, ഒരു മാല. സിൽസില ക്ലബിന്റെ സബ് ടൈറ്റിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് എ ചെയിൻ ഓഫ് ഫ്രണ്ട്സ് എന്നാണ്. കുറെ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ, ഒരു ചെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ആൽബം അവരുടെ കാരണം, അവരുടെ പ്രേരണ കൊണ്ട് ഉണ്ടാക്കിയുള്ള ആൽബം ആയതുകൊണ്ട് തന്നെ ആ സിൽസിലയ്ക്ക് എൻ്റെ നിർബന്ധമായിരുന്നു സിൽസില എന്ന് തന്നെ പേരിടുന്നത്. അപ്പോൾ സിൽസില മീൻസ് ഒരു എ ചെയിൻ ഓഫ് ഫ്രണ്ട്സ്. സിൽസിലയ്ക്ക് ശേഷം താങ്കൾ ചെയ്ത ആൽബത്തെ കുറിച്ച് ഒന്ന് പറയാമോ? സിൽസിലയ്ക്ക് ശേഷം ഞാൻ ചെയ്ത മ്യൂസിക് വീഡിയോ ആണ് മുഹബത്തിൻ തെനിക്കണം. അത് ഈസ്റ്റ് വെസ്റ്റ് ഓഡിയോസ് ആണ് അത് മാർക്കറ്റ് ചെയ്തത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു മുഹബത്തിൻ തെനിക്കണം തന്നാട്ടെ എന്നുള്ള സോങ്. കണ്ണൂർ ഷെരീഫാണ് ആ ഗാനം ആലപിച്ചിട്ടുള്ളത്.
മുഹബത്തിൻ തേൻ കണം തന്നാട്ടെ, സുബർക്കത്തിൻ വാതിൽ വന്നാട്ടെ, കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. മുഹബത്തിൻ തേൻ കണം തന്നാട്ടെ, സുബർക്കത്തിൻ വാതിൽ വന്നാട്ടെ, കനവില് വിരുന്നൂട്ടി പാടും എൻ പൂങ്കുയിലേ, കരളിലെ മലർക്കാവിൽ കൂടാൻ വാ നീ കിളിയേ. ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രത്തിന്റെ പേര് പോലെ തന്നെയാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ. എന്താണ് ഈ ചിത്രത്തിന് ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം? ഒരിടത്തൊരു ഫയൽമാൻ എന്ന് പറഞ്ഞ സിനിമ പത്മരാജന്റെ വളരെ പ്രശസ്തമായ ഒരു മൂവിയാണ്. മലയാളികൾ എന്നും ഓർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ആ പേരും അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ നിന്ന് പോവാത്തൊരു പേരാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ, അതിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ വെച്ച് അതിനെപ്പറ്റി ഡിസ്കഷൻ വന്നപ്പം, ഒരു പോസ്റ്റ്മാന്റെ കഥയാണ് പറയുന്നത്. പോസ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ സാധാരണ പോസ്റ്റ്മാൻ അല്ല, ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ പോസ്റ്റ്മാൻ, മടിയനായ പോസ്റ്റ്മാൻ. അപ്പോൾ ആ മടിയനായ പോസ്റ്റ്മാൻ, ഇപ്പോൾ ഒരു പോസ്റ്റ്മാന്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും കുറച്ച് മുമ്പ് കാലഘട്ടത്തിൽ ഈ പോസ്റ്റ്മാന്റെ പ്രസക്തി, നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു പോസ്റ്റ്മാൻ വരുന്നതും കാത്ത്, ഒരു കത്ത് വരുന്നതും കാത്ത് ഇരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മടിയനായ ഒരു പോസ്റ്റ്മാന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തുണ്ടായ ഒരു പോസ്റ്റ്മാന്റെ കഥ പറയുമ്പോൾ, ഒരിടത്തൊരു ഫയൽമാൻ എന്നുള്ള സിനിമയുടെ അങ്ങനെ ഒരു പേരും കൂടി വന്നപ്പോൾ, ഈ കഥയും കൂടി ഒരുമിച്ച് വന്നപ്പോൾ, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കെ ഗിരീഷ് കുമാറും ഞങ്ങളെയും കൂടി ഡിസ്കഷൻ, കുറേ പേരുകൾ വന്നപ്പം അവസാനം വന്നൊരു പേരായിരുന്നു ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അത് വളരെ അന്വർത്ഥമായി ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ആ പേര് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരിടത്തൊരു പോസ്റ്റ്മാൻ ഡയറക്റ്റ് ചെയ്തുള്ളത് ഷേക്സ്പിയർ മേ മലയാളം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഷാജി അസീസാണ്. മെയിൻ റോൾ ചെയ്യുന്നത് ചാക്കോസിനാണ്. മലയാള സിനിമ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണിപ്പോൾ. തിയേറ്ററുകളിലൊന്നും പണ്ടത്തെ പോലെ ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനത്തിരക്ക് നമ്മൾ കാണുന്നില്ല. എവ്രിവൺ ആർ കൺഫൈൻഡ് ടു ദ ഹോം തിയേറ്റേഴ്സ് അറ്റ് ദ ഹൗസസ് ഇറ്റ്സെൽഫ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ മലയാള സിനിമയുടെ വരുംകാല ഭാവി എന്താണ്? മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാര്യം ഇന്ത്യൻ സിനിമയിൽ തന്നെ മലയാളം സിനിമക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ശരിയാണ്, ഒരു ഘട്ടത്തിൽ ആളുകൾ വീടിനകത്ത് തന്നെ ഈ TV, ഒരുപാട് സീരിയലുകളുടെ ആധിക്യം കാരണം TVക്കകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകൾ കുടുംബസമേതം സിനിമാ തിയേറ്ററിൽ പോയി നല്ല സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ ആസ്വാദനവും വിലയിരുത്തലും ശരിക്കും പ്രാവർത്തികമാക്കണമെങ്കിൽ തീർച്ചയായും സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് തന്നെ അത് വിലയിരുത്താൻ സാധിക്കും. അത് പ്രേക്ഷകനെ അറേഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ മലയാള സിനിമക്ക് യാതൊരു വിധ പ്രതിസന്ധിയും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഉണ്ട്, ഈ സിനിമക്കകത്തുള്ള സംഘടനകൾ തമ്മിൽ പലതരത്തിലുള്ള സ്വാരസ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും അത് പരിഹരിക്കപ്പെടാം അല്ലെങ്കിൽ നിലനിൽക്കാം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമാ വ്യവസായത്തിന്, പ്രത്യേകിച്ച് മലയാള സിനിമാ വ്യവസായത്തിന് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇനി നേരിടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും. ഇന്ദിവരഹാരം ഇന്നലെ രാവിൽ, ഇന്ദിവരഹാരം ചൂടി വന്നു ഇന്നലെ രാവിൽ, നീയരികിൽ പ്രാണസഖി പ്രേമമയി, സിരകളിൽ നീ സ്മൃതിലയമായി, ഇന്ദിവരഹാരം ചൂടി വന്നു ഇന്നലെ രാവിൽ. ഇത്തവണത്തെ ഓണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ കാസ്റ്റുകളുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്.
എന്തുകൊണ്ടാണ് ഈ ഒരു കുറവ്? തീർച്ചയായും അത് ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം തന്നെയാണ്. തരങ്കിണി ഓഡിയോസ് ഓണപ്പാട്ടുകൾ ഇറക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്. രവീന്ദ്ര മാഷ്, ആലപ്പി രംഗനാഥ്, യേശുദാസ് എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓണപ്പാട്ടുകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിലും ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴും ശ്രാവണം എന്ന കാസറ്റൊക്കെ തരങ്കിണിയുടെ ഇപ്പോഴും മാർക്കറ്റിൽ കിട്ടും, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി കീപ്പപ്പ് ചെയ്യാൻ ഇന്നത്തെ ആളുകൾക്ക് സാധിക്കുന്നില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഓണപ്പാട്ടുകൾ ഇറങ്ങാത്തതും ആളുകൾ അത് ഇഷ്ടപ്പെടാത്തതും. ആർക്കും പാടാൻ കഴിയുമെന്നത് നല്ലതാണോ? ആർ റിയാലിറ്റി ഷോസ് എ ബൂം ഓർ എ ബാൻ ടു ദി സൊസൈറ്റി? റിയാലിറ്റി ഷോസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തുകളികളും മറ്റും. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോവാതെ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് യുവാക്കൾ, സർഗശക്തിയുള്ള, അതായത് നല്ല കഴിവുള്ള, പാടാൻ കഴിവുള്ള ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ, അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി, പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദി ഈ റിയാലിറ്റി ഷോസിൽ മാത്രം നമുക്ക് കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയാണ്, ഇന്ന് നമ്മുടെ സിനിമാ ലോകത്ത്, സിനിമാ പിന്നണി ഗായക രംഗത്ത് പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകന്മാരെക്കാൾ വളരെ നല്ല രീതിയിൽ നന്നായി കഴിവോടുകൂടി പാടുന്ന ഒരുപാട് ഗായകരെ അല്ലെങ്കിൽ ഗായികമാരെ നമ്മൾ റിയാലിറ്റി ഷോസിൽ കണ്ടു. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായപ്പോലും അവർക്കൊരു വേദി കൊടുക്കാൻ ഈ ചാനൽസും അല്ലെങ്കിൽ റിയാലിറ്റി ഷോസും തന്നെയാണ് തീർച്ചയായിട്ടും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് വിമർശനങ്ങൾ നമ്മൾ മാറ്റി നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ ഞാനത് ഗുണപരമായിട്ട് കാര്യമായിട്ട് മാത്രമായിട്ടാണ് എനിക്കത് കാണാൻ സാധിക്കുന്നത്. ആൽബങ്ങളും സംഗീത സീഡികളും പുറത്തിറക്കിയതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഈ സംഗീതം കൊണ്ടും അതുപോലെ തന്നെ ആൽബങ്ങൾ കൊണ്ടും ഇപ്പോൾ പുതിയതായത് സിനിമ കൊണ്ടും കുറേ സൗഹൃദങ്ങളും, സംഗീത ലോകത്തായാലും സിനിമാ ലോകത്തായാലും കുറേ ആളുകളുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടും അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി എന്നത് തീർച്ചയായിട്ടും നേട്ടം തന്നെയാണ്. മാത്രമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ് സംഗീതവും സിനിമയൊക്കെ, ചെറുപ്പം മുതൽ ഇതുവരെ. അപ്പോൾ ആ മേഖലയിൽ അതിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു വരിയിലൊരാളായിട്ട് പോലും ഒരു സാന്നിധ്യം കാണിക്കാൻ സാധിച്ചു എന്നത് എൻ്റെ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. മലയാളത്തിന്റെ ഭാവസംഗീതത്തിന് പ്രചാരം നൽകുന്ന താങ്കളുടെ ആൽബങ്ങളിൽ പാടിയ ശ്രീ ഉമ്പായെ കുറിച്ച്? ഉറുദു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഗസൽ ശാഖയെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു കലാകാരനാണ്, അത് കമ്പോസ് ചെയ്യുന്ന ആളാണ്, ഒരു ഗായകനാണ് ഉമ്പായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ കാരണം കൊണ്ട് തന്നെ എൻ്റെ ആദ്യ ആൽബത്തിൽ ഞാൻ ഉമ്പായിക്ക് വേണ്ടി മാത്രം കമ്പോസ് ചെയ്ത ഒരു ഗാനം അദ്ദേഹത്തെ കൊണ്ട് മാത്രം പാടിച്ചു എന്നൊരു അഹങ്കാരം എനിക്കുണ്ട്.